ഇൻസുലിൻ എടുക്കുന്ന ആളുകൾക്കും വർഷങ്ങളായിട്ട് പ്രമേഹമുള്ള ആളുകൾക്കും ഇൻസുലിൻ നിർത്തുന്നതിനും പ്രമേഹം വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ആഹാര രീതിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. സ്വീഡനിലുള്ള ഒരു ഡോക്ടർ അവരുടെ ഡയബറ്റിക് പേഷ്യൻസിന് പറഞ്ഞു കൊടുത്ത ഒരു ആഹാര രീതിയാണ്. അപ്പോൾ ഈ ആഹാര രീതി മുന്നോട്ട് കൊണ്ടുപോയ ആളുകളിൽ ഇൻസുലിൻ ഇല്ലാതെ തന്നെ പ്രമേഹം നിയന്ത്രിക്കുന്നതിനും പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിനും സാധിച്ചു എന്നുള്ളതാണ്. മരുന്നുകളുടെ അളവ് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ ഈ ഡയറ്റാണ് LCHF ഡയറ്റ് എന്ന് പറയും, ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ്. അതായത് നമ്മുടെ ആഹാരത്തിൽ അന്നജത്തിന്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുകയും കൊഴുപ്പടങ്ങിയ ആഹാരം കൂടുതലായിട്ട് കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെല്ലാം ആഹാരങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റുന്നത്? പാലും പാലുൽപ്പന്നങ്ങളും, പാല്, വെണ്ണ, തൈര്, മോര്, നെയ്യ്, ചീസ്, ഇതുപോലുള്ള ആഹാരങ്ങൾ നമുക്ക് യഥേഷ്ടം നല്ല രീതിയിൽ കഴിക്കാം. മുട്ട നല്ല രീതിയിൽ കഴിക്കാം. അതുപോലെ തന്നെ മീന് നല്ല രീതിയിൽ മീൻ കഴിക്കാം, വലിയ അളവിൽ മീൻ കഴിക്കാം. പക്ഷെ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുക, കറി വെച്ച് കഴിക്കാം. ഇറച്ചി, മീറ്റ് നല്ല രീതിയിൽ കഴിക്കാം. അത് കൊഴുപ്പോട് കൂടിയ മീറ്റ് തന്നെ കഴിക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ സ്കിൻലെസ് ചിക്കൻ ആൾക്കാർ വാങ്ങി കഴിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, കൊഴുപ്പോട് കൂടി തന്നെ നമുക്കത് കഴിക്കാവുന്നതാണ്. ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്ന് പറയുന്നത് ധാന്യങ്ങളാണ്. അരി, ഗോതമ്പ്, മൈദ, അരിപ്പൊടി, തിന, റാഗി, ഇതുപോലുള്ള ധാന്യങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. ചെറിയ രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് കഴിക്കാം. അതുപോലെ തന്നെ നട്ട്സ്, നമ്മുടെ അണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാം, അതുപോലെ തന്നെ ചോക്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചോക്ലേറ്റ് അല്ല, 70 തൊട്ട് 90% കൊക്കോ അടങ്ങിയ ചോക്ലേറ്റ് കഴിക്കാമെന്നാണ് ഈ ഡയറ്റിൽ പറയുന്നത്. പിന്നെ ചെറുപയർ, പരിപ്പ്, കടല പോലുള്ള സാധനങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കുക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട എണ്ണ എന്ന് പറയുന്നത് ഒലിവ് ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ പോലുള്ള എണ്ണകൾ ഉപയോഗിക്കാനാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പിന്നെ മധുരമടങ്ങിയ ആഹാരങ്ങൾ, അതുപോലെ തന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ, കൂൾ ഡ്രിങ്ക്സ്, ഇതുപോലുള്ള ആഹാര സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. ബേക്കറി ഐറ്റംസ് ഇതൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഡയറ്റാണ്, ഒരു ആഹാര രീതിയാണ്. പക്ഷേ ഈ ആഹാര രീതി നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങളുടെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.